കോൺഗ്രസിൽ ചേരുന്ന ഏതൊരു പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ പോയി കണ്ട് അനുഗ്രഹം തേടിയാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്? ഈ VD സതീശനും സംഘവും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് ഭീകരവാദികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന VD സതീശനും സംഘവും എന്തുകൊണ്ടാണ് മറ്റ് സമുദായ നേതാക്കളെ ഒന്നും കണ്ട് അവരൊന്നും ഞങ്ങളെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്നവരല്ലേ, അവരൊന്നും അനുഗ്രഹം തേടാൻ കൊള്ളാത്തവരാണോ? പോപ്പുലർ ഫ്രണ്ടും പാണക്കാട് തങ്ങളും മാത്രം മതി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്നാണോ കോൺഗ്രസ് വിചാരിക്കുന്നത്? ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. എത്രമാത്രം മതഭീകരവാദ ശക്തികൾക്കും ലീഗിനും കോൺഗ്രസ് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത്? ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യം പറയുന്നത് അദ്ദേഹം ഘടകകക്ഷിയുടെ നേതാവായിട്ടാണ് പോയി കണ്ടതെന്നാണ്. എന്നാ പിന്നെ PJ ജോസഫ് ഘടകകക്ഷി നേതാവല്ലേ? ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതലേ ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം. കോൺഗ്രസ് ഒരു വിഭാഗത്തിന്റെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. കോൺഗ്രസിനെ ഒരു കൂട്ടർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഷാഫി പറമ്പനും VD സതീശനും കോൺഗ്രസിനെ ഒരു കൂട്ടരുടെ ആലയിൽ മാത്രം കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. കോൺഗ്രസ് ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന പാർട്ടിയായി അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമ്മർദ്ദ ശക്തികൾക്ക് കോൺഗ്രസ് വഴിപ്പെടുകയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുംകാല രാഷ്ട്രീയത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന പ്രശ്നമാണ്. പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം തേടാൻ പോയവർ മറ്റ് സമുദായ നേതാക്കളുടെ ഒന്നും അനുഗ്രഹം തേടാൻ എന്തുകൊണ്ട് പോയില്ല? അവരാരും ഗൗനിക്കപ്പെടേണ്ടവരല്ല എന്നാണോ കോൺഗ്രസ് ധരിച്ചിരിക്കുന്നത്? VD സതീശൻ എപ്പോഴും പറയുമല്ലോ, ഞങ്ങൾ സമുദായ നേതാക്കളുടെ ഒന്നും തിണ്ണനിറങ്ങാൻ പോവാറില്ലെന്ന്. തലയിൽ മുണ്ടിട്ട് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും കാണാൻ VD സതീശന് മടിയൊന്നുമില്ല. പക്ഷെ അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ പോകുന്നവരല്ല എന്നാണ്. പാണക്കാട് തങ്ങളെ മാത്രം കണ്ട് തൃപ്തിപ്പെടുത്തിയാൽ മതി എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഭയന്നുകൊണ്ടല്ലേ? ഇതുവരെ സതീശൻ PFIയുമായുള്ള ബന്ധം നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും PFI വോട്ട് വേണ്ട, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും SDPയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ വലിയ ആർജവം കാണിക്കുന്നുവെന്ന് വീമ്പിളക്കിയ VD സതീശൻ എന്തുകൊണ്ടാണ് പാലക്കാട് SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയാത്തത്? SDPക്കാർ ഞങ്ങളുടെ പ്രചാരണത്തിന് ഇറങ്ങണ്ട എന്താണ് പറയാത്തത്? SDPയുടെ നോട്ടീസും കൊണ്ട് വീടുകൾ കയറാൻ നാണമില്ലേ സതീശ? നിരോധിത ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നോട്ടീസും കൊണ്ട് തലയിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ VD സതീശന് നാണമില്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വിനാശകരമായ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് VD സതീശനും UDFും. അതിനോട് മത്സരിക്കുകയാണ് LDF. PDPയുടെ പിന്തുണ പരസ്യമായി തേടിക്കൊണ്ടാണ് LDF മത്സരിക്കുന്നത്. അപ്പൊ ഇവിടെ 77% ഒരു വിലയും ഇല്ലെന്നാണോ? NTV UAE to the world.